നമസ്തേ. എമ്പുരാൻ എന്ന പൃഥ്വിരാജ് ചിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട മുൻ സെൻസർ ബോർഡ് മെമ്പർ ഗോപൻ ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ മുക്കാപ്പുഴ നന്ദകുമാറിന്റെയും സമൂഹ മാധ്യമ താളുകളിൽ ഞങ്ങൾ ശ്രദ്ധിച്ച ചില അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുന്നതിനാണ് ഈ വീഡിയോ ഇന്ന് എത്തിക്കുന്നത്. മുൻ സെൻസർ ബോർഡ് മെമ്പറായ ഗോപൻ ചെന്നിത്തല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രവർത്തനം ആരംഭിച്ച 100 വർഷത്തിൽ എത്തി നിൽക്കുന്ന ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് RSS. ലോകത്തിന് തന്നെ മാർഗദർശനമേകും തരത്തിൽ വിശ്വവീരാട്ട ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സംഘം. അല്ലാതെ ചേച്ചിയുടെ മക്കളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല. അതായത് മല്ലികാ സുകുമാരനെ പറ്റിയാണ്. തന്നെയുമല്ല, RSS ആരുടെയും ജാതകം നോക്കാറുമില്ല. സംഘത്തിന്റെ ജാതകമാണ് ഇന്നത്തെ ഭാരതത്തിന് മറ്റു ലോകരാജ്യങ്ങളുടെ മുന്നിൽ ലഭിക്കുന്ന സ്വീകാര്യത. മല്ലികാ സുകുമാരൻ RSS നേതാവ് PP മുകുന്ദേട്ടനെ കാണാൻ വന്നത് മറന്നാലും ആ സീൻ തനിക്ക് ഓർമ്മയുണ്ട്. മലയാള സിനിമയിൽ പിച്ച വച്ചു വന്ന മകൻ പൃഥ്വിരാജിനെ ഫിലിം ചേംബറും സിനിമാ സംഘടനകളും ഒന്നിച്ച് വിലക്കേർപ്പെടുത്തിയപ്പോൾ, ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെട്ടപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി BJP സംസ്ഥാന ഓഫീസിലെത്തി ശ്രീ PP മുകുന്ദേട്ടനെ കാണാൻ വരുമ്പോൾ ഞാൻ അന്ന് അവിടെയുണ്ട്. അന്ന് മല്ലികാ സുകുമാരൻ പിണറായിയുടെ അടുത്തേക്കല്ല പോയത്. അന്ന് താങ്കളുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ വരെ മുകുന്ദേട്ടനുമായി ആശയവിനിമയം നടത്തി ഉപദേശം തേടിയത് ഞാൻ കൃത്യമായി ഓർക്കുന്നു. മുകുന്ദേട്ടൻ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിഷയം പരിഹരിക്കുന്നതിന് അവസരം അന്ന് ഒരുക്കിയില്ലേ? ആ ബന്ധത്തിലല്ലേ മല്ലിക ചേച്ചിയെ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് സെൻസർ ബോർഡിൽ അംഗമാക്കിയത്? അത് BJP സംസ്ഥാന നേതൃത്വമായിരുന്നില്ലേ? സുകുവേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ സംഘപരിവാർ സംഘടനകളുമായി ചേർന്നു പോകാൻ അവസാന നാളുകൾ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചത് ഞാൻ വളരെ കൃത്യപൂർവ്വം ഓർക്കുന്നു. തിരുവനന്തപുരം പാൽക്കുളങ്ങര RSS ശാഖയിൽ പാൽക്കുളങ്ങര മോഹൻ എന്ന RSS പ്രവർത്തകന്റെ കൈപിടിച്ച 2 കുട്ടികൾ ശാഖയിൽ വരുന്നതും താൻ ഓർക്കുന്നു. അവരിൽ ഒരാൾ പിന്നീട് എമ്പുരാനായി. ഇന്ത്യയുടെ തന്നെ ജാതകം കുറിക്കാൻ അവൻ പ്രാപ്തനായി. ചേച്ചിയെ ഞാൻ അഭിനന്ദിക്കുന്നു. AK സാജൻ സംവിധാനം ചെയ്ത മകന്റെ ആദ്യ സിനിമയുടെ റിലീസ് നടന്ന പിറ്റേ ദിവസം തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ ഫിലിം സെൻസറിംഗ് കമ്മിറ്റിക്ക് എത്തിയ ചേച്ചി തന്റെ മകന്റെ സിനിമയുടെ ഭാഗമായി ഒരുപക്ഷെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന ചിന്തയുണ്ടാകുന്നതിന് മുന്നേ ചേച്ചി ഫാൻസ് അസോസിയേഷൻ ബാനറുമായി വന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് ഒരുപക്ഷെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ ആദ്യ ബാനർ നായകന്റെ അമ്മ തന്നെയായിരിക്കും കെട്ടിയിട്ടുണ്ടാകുക. എന്തായാലും അതിന്റെ ഒരു തുമ്പിൽ പിടിച്ച് അന്ന് ചേച്ചിയെ സഹായിക്കാൻ വന്ന ഞാനും ജാതകമറിയാത്ത സംഘത്തിൽപ്പെട്ട ഒരാളായി പോയത് സ്വാഭാവികം. നിങ്ങളുടെ കുടുംബത്തിന് ഈ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല. മകന്റെയും മരുമകളുടെയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടനയെ നെഞ്ചിലേറ്റിവർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അതാണ് RSSന്റെ ജാതകം. എന്തായാലും അമ്മ എന്ന നിലയിൽ ചേച്ചി മകനെയും മരുമകളെയും ഒന്ന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഒരു സംഖ്യ എന്ന നിലയിൽ മകൻ എന്ന എനിക്ക് തന്ന പണിയാണ് ഷൂട്ടിംഗ് ആരംഭിച്ച് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചാൽ ലാൽ ജോസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, പൃഥ്വിരാജ്, ഇക്ബാൽ കുറ്റിപ്പുറം തിരക്കഥ എഴുതിയ കസിൻസ് എന്ന എന്റെ സ്വപ്ന പദ്ധതിയായ സിനിമ നടക്കാതെ പോയത്. അങ്ങനെ ആദ്യം എന്റെ ജാതകം കുറിച്ച വ്യക്തിയാണ് ചേച്ചിയുടെ ഇളയ മകനായ ഉലകനായകൻ. ചേച്ചി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരയ്ക്കാൻ ഒത്തിരി പേരുണ്ടാകും. അതിന് നിന്നുകൊടുക്കാതെ വിഷയം സെറ്റിൽ ചെയ്യുന്നതാണ് മുന്നോട്ടുള്ള കാലം ഗുണം ചെയ്യുക. സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ. എന്തായാലും മുൻ സെൻസർ ബോർഡ് മെമ്പർ ഗോപൻ ചെന്നിത്തലയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരുവിധം എല്ലാമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ വാക്കുകൾ ഒന്നും തന്നെ എന്റേതല്ല, ഗോപൻ ചെന്നിത്തലയുടേതാണ്. ഇനി മല്ലിക ചേച്ചിയുടെ FB പോസ്റ്റിന് മുക്കാപ്പുഴ നന്ദകുമാറിന്റെ മറുപടി പോസ്റ്റാണ് അടുത്തതായി ശ്രദ്ധിച്ച ഒരു കാര്യം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സുകുമാരേട്ടന്റെ ഭാര്യ ശ്രീ മല്ലിയേച്ചി അറിയുന്നതിന്. മല്ലിയേച്ചിയുടെ FB പോസ്റ്റ് ഞാൻ വായിച്ചു. താങ്കളുടെ പുത്രൻ എന്ന പേരിൽ പൃഥ്വിരാജ് തയ്യാറാക്കിയിട്ടുള്ള എമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തിൽ ഞങ്ങൾ മലയാളികൾക്ക് യാതൊരു പങ്കുമില്ല, താല്പര്യവുമില്ല എന്ന് തന്നെ പറയട്ടെ. നിലവിലുള്ള എമ്പുരാൻ വിവാദങ്ങളെ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് രാജുവിനെ വേട്ടയാടുന്നതായി ആരൊക്കെയോ പറയുന്നു എന്നതിലാണ് താങ്കൾക്ക് ദുഃഖവും പരിഭവവും. പരദൂഷണം പറയുന്നവരെ താങ്കൾ ശപിക്കുകയും ചെയ്യുന്നുമുണ്ട്.
അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ്. അതിലൂടെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കരുത്. എന്നാൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാര്യമല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഭാരതാംബയുടെ മക്കളിൽ വ്യാജ കഥകൾ പറഞ്ഞ് വിദ്വേഷമുയർത്തുന്ന ഒരു സിനിമ നിങ്ങളുടെ മകൻ രാജുവിന്റെ രാജ്യവിരുദ്ധത കുത്തിനിറച്ച വികൃത മനസ്സിലൂടെ ചിത്രീകരിച്ച അപ്രപാളികളിൽ എത്തിച്ചതിലാണ് രാജ്യസ്നേഹികൾ പ്രതിഷേധ സ്വരം പുറപ്പെടുവിച്ചത് എന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നിങ്ങൾ പൃഥ്വിയെ വെള്ളപൂശാൻ വേണ്ടി മേജർ രവിയെയും മറ്റു ചില മാധ്യമ പ്രവർത്തകരെയും ശപിക്കുന്നതിന് മുൻപ് സുകുമാര കുടുംബാംഗമായ പൃഥ്വിരാജ് ഭാരതത്തോട് ചെയ്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായി, അയാൾ അസൽ ഹിന്ദു വിരോധിയാണ്. ഒരുപക്ഷെ സനാതനധർമ്മ വിശ്വാസിയായ മല്ലിക ചേച്ചിയുടെ മുമ്പാകെ അയാൾ അനുസരണക്കാരനായി പെരുമാറുന്നുണ്ടായിരിക്കാം. കംപ്ലീറ്റ്ലി വ്യാജ നിർമ്മിത മനസ്സിനുടമയായ ഇയാളിൽ നിന്നും അത്തരമൊരു പെരുമാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. 10ാം ക്ലാസ് വരെ ഭാരതീയ സൈനിക സ്കൂളിൽ പഠിച്ച ഇയാൾക്ക് ഭാരതീയരെയും ഭാരത സംസ്കാരത്തെയും ദേശീയതയെയും പരമപുച്ഛമാണ്. അത് അയാളുടെ നിർമ്മിതികളിൽ അയാൾ സൗകര്യപൂർവ്വം കുത്തിച്ചെലുത്തുന്നുമുണ്ട്. വിദേശ മതങ്ങളായ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെയും ഇസ്ലാമിക ഭീകരതയെയും നെഞ്ചേറ്റ് നടക്കുന്ന ഒരു ഇന്ത്യ വിരുദ്ധ മനസ്സിനുടമയാണ് പൃഥ്വിരാജ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. ലോകമാകെ പിടിച്ചടക്കാൻ നടക്കുന്ന ഇസ്ലാമിക ഭീകരതയുടെ ആരാധകനാണ് താങ്കളുടെ കുടുംബാംഗമായ പൃഥ്വി. അയാളുടെ ഭാര്യയാകട്ടെ ഭാരതത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി രാജ്യത്ത് വിഘടന പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുന്ന വിദേശ മാധ്യമത്തിലെ കൂലി എഴുത്തുകാരിയുമാണ്. അവരും പൃഥ്വിയുടെ സമാന മനസ്സിന് ഉടമ തന്നെയാണ്. എമ്പുരാൻ വിവാദത്തിൽ അവരും അവരുടേതായ സംസ്കാരത്തിൽ പതിരക്ഷയ്ക്ക് വന്നതും ഞങ്ങൾ കണ്ടതാണ്. ആളറിഞ്ഞ് കളിക്കട എന്ന് അട്ടഹസിക്കാനുള്ള ചങ്കൂറ്റം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഡീപ് സ്റ്റേറ്റ് ഫണ്ടിന്റെ ബലത്തിലാണ് എന്ന് ഏതെങ്കിലും മലയാളി സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? ഇല്ല. മൊത്തത്തിൽ ഒരു വശപ്പിശക് കാണുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ ഇടിയും എന്നെയും ഒക്കെ നോട്ടമിട്ടാൽ അവരെയും മല്ലിയേച്ചി ശപിക്കരുത്. കാരണം അവർ ഭാരതാംബയുടെ സംരക്ഷകരാണ്. ഒരു പൃഥ്വി മൂലം ഒരു രാജ്യത്തെ അപകടപ്പെടുത്താൻ അവർ അനുവദിക്കുകയില്ല. 70 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ തന്റെ FB പോസ്റ്റിലൂടെ സമൂഹത്തെ ആകെ ശപിക്കുന്നത് കണ്ടപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചെന്ന ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ച രംഗമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞത് എന്നാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. തന്റെ മക്കളെ കൊല്ലാൻ കൂട്ടുനിന്ന ശ്രീകൃഷ്ണന് നേരെ കയർത്ത ഗാന്ധാരിയോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ മറുപടി എക്കാലത്തും പ്രസക്തമായതാണ്. അത് ഇങ്ങനെയാണ്: കണ്ണു തുറന്ന ലോകം എന്തെന്ന് മനസ്സിലാക്കി മക്കളെ നേർവഴി കാണിച്ചു കൊടുക്കേണ്ട അമ്മ അന്ധനായ തന്റെ ഭർത്താവിനോട് കൂറു കാണിക്കാൻ വേണ്ടി സ്വയം കണ്ണുമൂടി കെട്ടിയതുകൊണ്ട് മക്കളുടെ വഴി പിടച്ച പോക്ക് മനസ്സിലാക്കിയില്ല. കുനിഷ്ഠബുദ്ധികളായ ശകുനിമാരുടെ വാക്കുകൾ വിശ്വസിച്ച അമ്മയ്ക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞതുമില്ല. അതിന് എന്നെ പഠിച്ചിട്ട് എന്ത് കാര്യം? ഭഗവാന്റെ ഈ വാക്കുകളാണ് മല്ലിക ചേച്ചിയുടെ FB പോസ്റ്റിന് മേൽ കാച്ചിക്കുറുക്കിയ മറുപടിയായി പറയാനുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മുൻ സെൻസർ ബോർഡ് മെമ്പർ ഗോപൻ ചെന്നിത്തലയുടെയും മുക്കാപ്പുഴ നന്ദകുമാറിന്റെയും നിലപാടുകളും അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളും നമ്മുടെ മല്ലിക സുകുമാരനും മറ്റും ഇത്തരം അഭിപ്രായങ്ങളും FB പോസ്റ്റും ഒക്കെ ഇട്ടപ്പോൾ അത് അറിയാത്ത നിങ്ങളിലേക്കും കൂടി എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് ഒരു വീഡിയോയായി ഞങ്ങൾ ചെയ്തത്.